ഇപ്പം ഗർഭാശയ ക്യാൻസറിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഗർഭാശയ ക്യാൻസർ അഥവാ എൻഡോമെട്രിയൽ ക്യാൻസർ എന്നാണ് അത് അറിയപ്പെടുന്നത്. അത് മൂന്നായിട്ട് തരംതിരിക്കുക. അതിൻ്റെ കാരണങ്ങൾ: ഏജ്, ഹൈപ്പർ ഈസ്ട്രോജനിസം, ഹെറിഡിറ്റി. ഏജ് എന്ന് പറഞ്ഞാൽ ഏജ് കൂടുന്തോറുമാണ് യൂട്രൈൻ ക്യാൻസർ കൂടുന്നത്. അത് 60 വയസ്സ് കഴിഞ്ഞാണ് കൂടുതലായിട്ട് കാണുന്നത്, സ്ത്രീകളിൽ കൂടുതലായിട്ട് കാണുന്നത്. ഹൈപ്പർ ഈസ്ട്രോജനിസം എന്ന് പറഞ്ഞാൽ ജീവിതാദ്യം മുതൽ ജീവിതാവസാനം വരെ ഈസ്ട്രോജൻ എത്ര കാലയളവിൽ യൂട്രസിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ അതിനനുസരിച്ചാണ് അതിൻ്റെ ഒരു സാധ്യത. മാസമുറയുടെ ആദ്യത്തെ പകുതിയിൽ ഈസ്ട്രോജനും രണ്ടാമത്തെ പകുതിയിൽ പ്രൊജസ്ട്രോണുമാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഈസ്ട്രോജൻ ഓവർഗ്രോത്ത് ഉണ്ടാക്കും. അതിനെ ഒന്ന് ബാലൻസ് ചെയ്യിക്കുന്നതാണ് ഓവുലേഷൻ കഴിഞ്ഞുണ്ടാകുന്ന പ്രൊജസ്ട്രോൺ. അപ്പോൾ ഓവുലേഷൻ ഇല്ലാത്ത സന്ദർഭങ്ങളിൽ ഈസ്ട്രോജൻ കൂടുതലുള്ള സന്ദർഭങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ആദ്യം മാസമുറ നേരത്തെ ഉണ്ടാകും, എർലി മെനാർക്കി, വിരാമം താമസിക്കുക, കുട്ടികൾ ഉണ്ടാകാതിരിക്കുക എന്നീ ഘട്ടങ്ങളിലെല്ലാം ഈസ്ട്രോജന്റെ പ്രവർത്തനം കൂടും. അതുപോലെ തന്നെയാണ് ഒബീസിറ്റി, ഡയബറ്റിസ്. പിന്നെ പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസിലും ഇതുപോലെ ഓവുലേഷൻ നടക്കുന്നില്ല. അപ്പോൾ ഈസ്ട്രോജന്റെ ശരീരത്തിലെ അളവ് കൂടുതലായിരിക്കും. മൂന്നാമത്തെ നോക്കുകയാണെങ്കിൽ ഹെറിഡിറ്റി. അപ്പോൾ ഹെറിഡിറ്റി അത് നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ പല അംഗങ്ങൾക്ക് കോളോറെക്ടൽ എന്ന് വെച്ചാൽ കുടൽ മലാശയ ക്യാൻസറും യൂട്രൈൻ ക്യാൻസറും പല അംഗങ്ങളിൽ ഉണ്ടാകുക. അപ്പോൾ അത് ഒരു ഹെറിഡിറ്ററി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു ജനറ്റിക് ഡിസീസ് കൊണ്ടാണ് അതിന് പറയുന്ന ലിഞ്ച് സിൻഡ്രോം അല്ലെങ്കിൽ ഹെറിഡിറ്ററി നോൺ പോളിപോസിസ് കൊളോറെക്ടൽ ക്യാൻസർ. അത് ജനറ്റിക് ടെസ്റ്റ് കൊണ്ട് അത് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. ഇപ്പം ജനറ്റിക് ടെസ്റ്റ് ചെയ്തിട്ട് അത് കൂടുതൽ സാധ്യതയുണ്ടെങ്കിൽ 35-40 വയസ്സാകുമ്പോഴത്തേക്ക് യൂട്രസ് എടുത്തു കളയുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രിവെൻഷൻ.